പ്രചരണം അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. ആറന്മുള നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി 24-നൊപ്പമുണ്ട്. അബിനെ ഭയങ്കര ചിരിച്ച മുഖത്തോടു കൂടി ഊർജ്ജസ്വലനായിട്ട് മണ്ഡലത്തിലുടനീളം ഓടി നടക്കുകയാണ്. അവസാന ലാപ്പിലേക്ക് പോവുകയാണ്. ആത്മവിശ്വാസം കൂടിയോ അതോ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടോ? പൂർണ്ണമായ ആത്മവിശ്വാസമാണുള്ളത്. കാരണം ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജുകളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പോസിറ്റീവായ റെസ്പോൺസാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട്. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാർ വരുമ്പോൾ ആറന്മുളയിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു MLA ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. 10 വർഷം LDFിനൊപ്പം നിന്നൊരു മണ്ഡലമാണ്. അപ്പോൾ ഇവിടെ ജയിച്ചിരുന്ന ആത്മവിശ്വാസമുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് ഒരു ഭൂരിപക്ഷം പ്രവചിക്കാറായിട്ടുണ്ടോ? ഇല്ല ഭൂരിപക്ഷം പ്രവചിക്കാനൊന്നും അത്രമാത്രം അഹങ്കാരിയല്ല ഞാൻ ജനങ്ങൾ ഓരോ വിശ്വാസം അർപ്പിക്കുന്നുണ്ടെന്നും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാർ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആറന്മുളയിൽ ഒരു മാറ്റം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനനുസരിച്ച് അവർ വോട്ട് ചെയ്യുമെന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസം. രാഹുൽ ഗാന്ധിയുടെ വരവ് വലിയ തരത്തിൽ ഗുണം ചെയ്തു എന്ന് കരുതുന്നുണ്ട്. അതുമാത്രവുമല്ല, ഈ പറയുന്ന പോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള കാര്യങ്ങൾ ഈ മണ്ഡലത്തിലും റാന്നിയിലോ അല്ലെങ്കിൽ കോന്നിയിലോ മാത്രമല്ല ഈ മണ്ഡലത്തിലടക്കം സജീവമായിട്ട് ഉയർത്തിപ്പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അല്ല, തീർച്ചയായിട്ടും. ഇത് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇത് അയ്യൻ്റെ മണ്ണാണ്. ഈ മണ്ണിൽ ചവിട്ടി നിന്നവർ തന്നെയാണ് അയ്യപ്പൻ്റെ സ്വർണം കവർന്നെടുത്തത്. എന്നിട്ടും ഈ നാളിതുവരെയായി അവരിൽ ആരെങ്കിലും പേരിന് പോലും ഒന്ന് പുറത്താക്കാനായിട്ടില്ല എന്ന് പറയുമ്പോൾ ആ സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന നടപടിയാണ് കേരളത്തിലെ CPM സർക്കാരും സ്വീകരിച്ചത്. 90 ദിവസം കഴിഞ്ഞ് അവർക്ക് സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചത്. സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ കാരണം ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാത്തത് കൊണ്ടാണ്. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാതെ ഇവരെ സംരക്ഷിച്ച് നിർത്തി ഇവർ പുറത്തു വന്നതിന് ശേഷം ഇവരെ പുറത്താകാതിരിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായ ജ്ഞാനമുണ്ട്. കാരണം ഈ സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കുന്നത് CPM ആണ്, അവർക്ക് മറിച്ചു പിടിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കേരളത്തിലുടനീളം ചർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ പത്തനംതിട്ട ജില്ലയിലും ആറന്മുളയിലും ഒക്കെ ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ സംശയം വേണ്ട. എല്ലാവർക്കും അറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. സോഷ്യൽ മീഡിയയിലടക്കം വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലുണ്ടാകും. ഇപ്പോൾ സംവാദമൊക്കെ സമൂഹമാധ്യമങ്ങളുടെ പ്രഖ്യാപിക്കുന്ന സമയത്തോടുകൂടിയാണ്. അപ്പോൾ അബിൻ്റെ എതിർ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി വീണ ജോർജിനെതിരെ സൈബർ ആക്രമണം വലിയ തരത്തിൽ ഉണ്ടാകുന്നുണ്ടെന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത്. അപ്പോൾ അതൊരു ഒട്ടും വ്യക്തിഹത്യ അടക്കം നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ബോധപൂർവ്വം ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആരോപണം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണ് അതിനുള്ളൊരു പ്രതികരണം? നിങ്ങളൊരു പണി ചെയ്യേണ്ടത്, ശ്രീമതി വീണ ജോർജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെയുള്ള കമൻറ്റ് എടുക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെയുള്ള കമൻ്റ് എടുക്കുക. ഇതിൽ ആരാണ് നല്ല തെറി വിളിച്ചതെന്ന് പറഞ്ഞാൽ അവർക്ക് അവാർഡ് കൊടുത്തുകൊടുക്കുക. എന്നിട്ട് അവർക്കെതിരെ കേസെടുക്കുക. ഈ സൈബർ ആക്രമണം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരു കാരണം ഞങ്ങളുടെ പാർട്ടിയിലോ ഞങ്ങളുടെ പ്രവർത്തകരാരും അതിന് മുതിരുന്നവരല്ല. ഞങ്ങൾ ഫേക്ക് അക്കൗണ്ടുകൾ പുലർത്തുന്നവരല്ല. ഇതൊക്കെ ഒരു കേന്ദ്രത്തിലിരുന്ന് ചെയ്യുന്നതാണ്. നിങ്ങൾ എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ നോക്കിയാൽ മതി. എനിക്ക് എന്നെയും എൻ്റെ കുടുംബക്കാരെയും വിളിക്കുന്ന ചീത്തയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതും തോന്നും പറയാൻ. പക്ഷേ ഇതൊക്കെ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നാണ്, തലയില്ലാത്ത ആളുകളാണ്. അപ്പോൾ ഇതൊന്നും വ്യക്തിപരമൊന്നുമല്ല. ഒരു ആറന്മുള മണ്ഡലത്തിലെ മത്സരവും വ്യക്തിപരമല്ല. ശ്രീമതി വീണ ജോർജിനെതിരെ പറയുന്ന കാര്യങ്ങൾ അതൊന്നും വ്യക്തിപരമല്ല. ഇപ്പോൾ അവർ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയാണ്. ഇപ്പോൾ നമ്മൾ ഒരു മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണാൽ ആരോഗ്യവകുപ്പ് മന്ത്രിയെ വിമർശിക്കും. ഒരു മെഡിക്കൽ കോളേജിൽ രോഗി ചികിത്സ കിട്ടാതെ മരിച്ചാൽ നമ്മൾ ആരോഗ്യവകുപ്പ് മന്ത്രിയെ വിമർശിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം ചേർത്ത് കൊണ്ട് വേറൊരു കാര്യം, ആരോഗ്യ രംഗത്തെ, അതായത് സർക്കാർ പൊതുജനാരോഗ്യ സംവിധാനത്തെ തകർക്കാനായിട്ട് ഒരു കൂട്ടം ആളുകൾ, അതിന് പ്രതിപക്ഷം കൂട്ടു നിൽക്കുന്നു, സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് പണം വാങ്ങുന്നു. അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിലടക്കം സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് പണം വാങ്ങേണ്ടെന്നുള്ള ആരോപണമൊക്കെ ഒരു ഭാഗത്ത് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണം സ്വീകരിക്കുന്നതൊക്കെ കൃത്യമായ അക്കൗണ്ട് മുഖേനയായിരിക്കും. അതൊക്കെ ഇലക്ഷൻ കമ്മീഷനും മറ്റ് പാർട്ടികളും ഒക്കെ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അതൊക്കെ പരിശോധിച്ചാൽ അറിയാവുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഡ്യൂബിയസ് ലോബിയുടെ നിന്ന് അക്കൗണ്ടിൽ കാശ് മേടിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലൊന്നും ഇടാൻ പറ്റില്ലല്ലോ. അത് കൃത്യമായി പണം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആരുടെ കയ്യിൽ നിന്ന് മേടിച്ചാലും അത് നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ തന്നെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അത് പരിശോധിച്ചാൽ അറിയാം. അത് എല്ലാ പാർട്ടിയും ഇടേണ്ടതാണ്. പിന്നെ ആരാണ് ഇവിടെ സ്വകാര്യ മേഖലയെ താലോലിച്ചതും സർക്കാർ മേഖലയെ തകർത്തുവെന്ന് ചോദിച്ചാൽ, സർക്കാർ മേഖലയെ തകർത്തത് ഈ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളെ തകർത്തത് ഈ സർക്കാരാണ്. കാരണം അവിടുത്തെ ആശുപത്രികളെ മുഴുവൻ തകർത്തു, അവിടെ ചികിത്സ ഇല്ലാതാക്കി, അവിടെ ഫെസിലിറ്റീസ് ഇല്ലാതാക്കി, അവിടെ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടായി. അങ്ങനെയാണ് ഇത് തകർക്കപ്പെട്ടത്. അങ്ങനെയാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് ആൾ പോയത്. ഒരു മന്ത്രി തന്നെയല്ലേ പറഞ്ഞേ, ഞാൻ സർക്കാർ ആശുപത്രിയിൽ പോയായിരുന്നെങ്കിൽ മരിക്കുമായിരുന്നു, ഞാനൊരു സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ രക്ഷപ്പെട്ടതെന്ന്. അത് മാത്രമല്ല, ഇവരുടെയൊക്കെ ഈ പറയുന്നൊക്കെ ആളുകൾ എവിടെയാണ് ചികിത്സിക്കാൻ പോകുന്നത് എന്നൊക്കെ ഈ നാട്ടിലെ പൊതുജനത്തിനൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ടൊക്കെ അതൊക്കെ വളരെ ട്രിവിയലായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ആരോപണങ്ങളാണ്. അതിലൊന്നും വലിയ മറുപടിയില്ല. അപ്പോൾ വിജയ് അതിൻ്റെ ഒപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പിന്തുണ? അല്ല,
സജീവമായിട്ടുള്ള പിന്തുണ എല്ലാ മണ്ഡലങ്ങളിലും അതാത് മണ്ഡലങ്ങളിലെ മണ്ഡലം പ്രസിഡന്റുമാർ, അതുപോലെ തന്നെ അസംബ്ലി പ്രസിഡന്റുമാർ, അങ്ങനെ നമ്മൾ കയറുന്ന എല്ലാ യോഗങ്ങളിലും കുടുംബ സംഗമങ്ങളുണ്ട്, നമുക്ക് പര്യടനങ്ങളുണ്ട്. ആ പര്യടനം എല്ലാ യൂത്ത് കോൺഗ്രസ് ആക്റ്റീവ് ഡോർ ടു ഡോർ ക്യാമ്പയിൻ ആണെങ്കിലും പോസ്റ്റർ പ്രചരണമാണെങ്കിലും പിന്നെ സ്ഥാനാർത്ഥിയോടൊപ്പമുള്ള പര്യടനങ്ങളാണെങ്കിലും എല്ലാം യൂത്ത് കോൺഗ്രസ് സജീവമായിട്ടുള്ള പിന്തുണയുണ്ട്. ഇനിയിപ്പോൾ അംഗം കുറിച്ചു, ഇനിയിപ്പോൾ അവസാന മണിക്കൂറുകളാണ്, ഇനിയിപ്പോൾ ഒരുപാട് ദിവസങ്ങളില്ല നമ്മുടെ മുമ്പിൽ. അപ്പോൾ എങ്ങനെയാണ് ഇനി അടുത്തൊരു നെക്സ്റ്റ് ഘട്ടം എങ്ങനെയാണ്? നെക്സ്റ്റ് ഘട്ടം നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള ഒരു വളരെ പരിമിതമായിട്ടുള്ള നാളുകളാണ്. കൃത്യം 20 ദിവസം മാത്രമേ സ്ഥാനാർത്ഥിയുള്ളൂ. മുൻകാലങ്ങളിലൊക്കെ ഏകദേശം 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രചരണമായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇത്രയും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇല്ലെങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ടുള്ള നടപടികളും കാര്യങ്ങളും എല്ലാം സ്വീകരിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിലും മുന്നോട്ട്. അപ്പോൾ അതിന് എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച്. അപ്പോൾ അബിൻ വർക്കി ആറന്മുളയിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഒരു തരത്തിലും വ്യക്തിധിക്ഷേപമാരെയും നടത്തുന്നില്ല, അതൊക്കെ മുഖമില്ലാത്ത ആളുകൾ നടത്തുന്നു. എന്തായാലും ആറന്മുളയിൽ വിജയിച്ച് കയറുമെന്നുള്ള പ്രതീക്ഷയിലാണ് അബിൻ വർക്കിയുള്ളത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.